സർക്കാരിന്റെ വഴിവിട്ട മാനേജ്മെന്റ് പ്രീണനമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ ടി.വി. രാജേഷ് എം.എൽ.എ. ആരോപിച്ചു. കരാറിൽ ഏർപ്പെടാത്തതിനാൽ നഷ്ടപ്പെടുന്ന 675 സീറ്റുകളിൽ 95 ബി.പി.എൽ വിഭാഗത്തിന് ലഭിക്കേണ്ടതാണ്. പ്രവേശന മേൽനോട്ട സമിതിയായ ജെയിംസ് കമ്മിറ്റി നോക്കൂത്തിയായിരിക്കുകയാണ്. ഇത് പുനഃസംഘടിപ്പിക്കണം. കഴിഞ്ഞ വർഷം സ്വന്തം നിലയിൽ പ്രവേശനം നടത്തിയ കരുണ കണ്ണൂർ മെഡിക്കൽ കോളേജുകൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല. സ്വന്തം നിലയിൽ പ്രവേശനം നടത്താനാണ് ഇപ്പോൾ എല്ലാ മാനേജ്മെന്റുകളും ശ്രമിക്കുന്നതെന്നും ടി.വി. രാജേഷ് ആരോപിച്ചു. കത്തോലിക്ക മാനേജ്മെന്റ് കീഴിലുള്ള 4 ലക്ഷം ഫീസ് കേരളത്തിലെ 12 സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജിലും ഈടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ അവരുമായിട്ട് ഒത്തുകളിക്കുന്നത്. കേരളത്തിൽ മെറിറ്റ് സീറ്റ് പൂർണ്ണമായും സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇതുമൂലം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ മെറിറ്റ് സീറ്റിൽ വൻ ഫീസ് വർധന ആവശ്യപ്പെട്ടതിനാലാണ് കരാറിൽ ഏർപ്പെടാൻ കഴിയാതിരുന്നതെന്ന് മന്ത്രി വി.എസ്. ശിവകുമാർ വിശദീകരിച്ചു. 10% ഫീസ് വർധന സർക്കാർ അംഗീകരിക്കില്ല. മാനേജ്മെന്റുകളുമായി കരാറിൽ ഏർപ്പെടാൻ സെപ്റ്റംബർ 30 വരെ സമയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ സർക്കാർ വിശദീകരണം പ്രതിപക്ഷത്തിന് തൃപ്തികരമായില്ല. എ.കെ. ആന്റണിയുടെ കാലത്ത് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ സ്വാശ്രയ മാനേജ്മെന്റുകൾ ഇപ്പോൾ ഭസ്മാസുരനായി മാറിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ ആരോപിച്ചു. ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ് സാർ. സർക്കാരിനെ പോലും വിഴുങ്ങുന്ന നിലയിൽ സ്വകാര്യ സ്വാശ്രയ മാനേജ്മെന്റുകൾ തടിച്ചു കൊടുത്തിരിക്കുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.